ദൂഷണങ്ങളും അപവാദങ്ങളും പറഞ്ഞുകൊണ്ട് നടന്ന അതേ അബൂ ലഹബിന്റെ ഭാര്യയായിരുന്ന ഉമ്മു ജമീല എന്നൊരു പെണ്ണുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. തഫ്സീറുകളിൽ കാണാൻ കഴിയും, മക്കയുടെ ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്ത് വരെയും അല്ലാഹുവിന്റെ റസൂലിനെതിരെയും മുസ്ലിമീങ്ങൾക്കെതിരെയും എല്ലാ വചനങ്ങളും പറഞ്ഞുണ്ടാക്കാനും മുസ്ലിമീങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുവാനും അബൂ ലഹബിന്റെ ഭാര്യയായ ഉമ്മു ജമീല എന്നൊരു വൃത്തികെട്ട പെണ്ണുണ്ടായിരുന്നു എങ്കിൽ അതേപോലെ ഇന്നും കുറെ നീർക്കോലികൾ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. മുസ്ലിമീങ്ങളെ പറ്റി ഇല്ലാത്തത് പറയാൻ, ഇസ്ലാമിനെ എന്നും താറടിച്ച് കാട്ടിക്കാൻ പരസ്യമായി ഇസ്ലാമിന്റേതായ പണ്ഡിതന്മാരെ മതപ്രഭാഷണ വേദികളിലും നയപ്രഖ്യാപന സദസ്സുകളിലും മുസ്ലിമിനും ഇസ്ലാമിനും വേണ്ടി ശബ്ദിക്കുമ്പോൾ അതെല്ലാം തീവ്രവാദമെന്നും ഭീകരവാദമെന്നും മതമൗലികവാദമെന്നും പറഞ്ഞു കുറ്റപ്പെടുത്തുന്ന ഈ രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാർ ഇന്ന് പോലും അതിനു നേരെ ഒന്ന് കണ്ണു തുറക്കുവാനോ ഒരര മണിക്കൂർ അവൾക്കെതിരെ ഒന്ന് കേസെടുത്തുകൊണ്ട് പിടിച്ചു നിർത്താനോ കഴിയാത്ത രീതിയിൽ ഈ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ, ഈ സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിൽ ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾ ഐക്യത്തോടുകൂടി മാനവ സൗഹാർദ്ദം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് പറയുന്നു, ഹിന്ദു ഒന്ന് ഉണർന്നാ പിന്നൊരു പൊടി പോലും ഉണ്ടാവൂല കാണാനെന്നല്ലേ. ഹിന്ദു ഒന്ന് ഉണർന്നാ പിന്നൊരു പൊടി പോലും ഉണ്ടാവൂല കാണാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന ടീമൊക്കെ ഇപ്പോഴും ഉറക്കത്തില്ല, ഉണർന്നിട്ടില്ല, ബോധമില്ലാത്തോണ്ടാ. എന്നാൽ മുസ്ലിം സമുദായത്തിന് തിരിച്ചു പറയാനുള്ളത്, എന്നും മുസ്ലിം സമുദായം ഉണർന്നിരിക്കുന്നതിന്റെ പേരിലാണ് ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ പണ്ഡിതന്മാർ ഉറങ്ങാതെ ഉണർന്നിരുന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാ. മറിച്ച് അവരെങ്ങാനും ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ, ഈ സമുദായത്തിന്റെ പണ്ഡിതന്മാരൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നവരെ ഒന്നും പോലും ഈ രാജ്യത്തുണ്ടാവുകയില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ഉണർന്നാ പിന്നെ പൊടി പോലും ഉണ്ടാവൂല എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാ ആഴ്ചകളും വെള്ളിയാഴ്ച ദിവസം ആയിരക്കണക്കിന് വിശ്വാസികളെ മിമ്പറിന്റെ മുന്നിൽ കിട്ടുന്ന പണ്ഡിതന്മാർ അല്പമൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ വല്ലോ ഉണ്ടോ? ഈ പറയുന്നവരെ ഒന്നും ഒരു പൊടി പോലും ഉണ്ടാവൂല അല്ലേ. മുസ്ലിങ്ങളെ അങ്ങ് മൂക്കി കയറ്റി വലിച്ചു കളയാ, കളഞ്ഞാക്കാന്നാ പറഞ്ഞേക്കുന്നത്. അറിയോ, ഇന്ത്യ രാജ്യത്ത് നിന്നും മുസ്ലിങ്ങൾ ഓടിപ്പോകാൻ പറയുന്ന ഇവരോടൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, ഇന്ത്യ രാജ്യവുമായി എന്ത് ബന്ധമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇന്ത്യ രാജ്യവുമായി എന്ത് ബന്ധമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇന്ത്യ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗ വർഗമായി ജീവിച്ചിരുന്ന ദസ്സുക്കൾ എന്ന് പേരുള്ളതായ ഇന്ത്യ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗ വർഗത്തെ ഇവിടെ നിന്നും ഉന്മൂലനം ചെയ്ത് ആട്ടിയോടിച്ചിട്ടാണ് ഇന്ത്യ രാജ്യത്തേക്ക് പറയുന്നവർ ചേക്കേറിയത് എങ്കിൽ എന്നിട്ട് പറയുന്നു, ഞങ്ങളാണ് ഇന്ത്യയുടെ മക്കളത്, എന്നാലൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, ഇന്ത്യ രാജ്യത്തെ അടക്കി ഭരിക്കാൻ വന്ന ബ്രിട്ടീഷ് പട്ടികൾക്ക് മുന്നില് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ആദർശം വെച്ച് വിളമ്പുന്ന വർഗീയവാദികളായ ഒരു നേതാവിന്റെയെങ്കിലും പോരാട്ടത്തിന്റെ ഒരു സെക്കൻഡിന്റെ നിമിഷങ്ങളുടെ ചരിത്രം പറയാൻ നിങ്ങൾക്കുണ്ടോ? ഗോൾവാൾ കറന്ന ബ്രിട്ടീഷുകാരുടെ ചെരുപ്പിറക്കിയായ അനുയായികൾക്ക് പറയാനുണ്ടോ? സവർക്കറുടെ പന്തോന്നുകളായ അനുയായികൾക്ക് പറയാനുണ്ടോ? പാരമ്പര്യം ചോദ്യം ചെയ്യാൻ വരികയാണോ? മുസ്ലിമുകളുടെ പാരമ്പര്യം ചോദ്യം ചെയ്യാൻ വരികയാണോ? ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനെ അംഗീകരിക്കുന്ന ദിവസം വന്നു കഴിഞ്ഞാൽ വർഗീയവാദികൾക്ക് പരേഡ് നടത്താൻ അനുവാദമുണ്ട്. ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നവർക്ക് പരസ്യമായി വാളും ഉരുപ്പിടിച്ച് പദസംഘടന നടത്താൻ അനുവാദമുണ്ട്. എന്നാൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നും ചോരയും നീരുമൊരുക്കിയ ഈ സമുദായത്തിന്റെ ചുണക്കുണ്ടേക്കൊടുക്കുന്ന രംഗത്ത് വരാൻ ഒരനുവാദം ഇവിടെയില്ല അല്ലേ? അറിയോ മുസ്ലിമീങ്ങൾ ആരാന്നറിയോ? ഇന്ത്യൻ മുസ്ലിമിന്റെ പാരമ്പര്യം എന്താണെന്നറിയുമോ? ചരിത്രത്തിന്റെ ഇന്നലകളിലേക്കൊന്ന് കണ്ണോടിക്കണം. ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യം എന്തെന്നറിയാൻ, ഈ രാജ്യത്തെ വെട്ടി കീറി മുറിച്ച് കുട്ടിച്ചോറാക്കാൻ വന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വെള്ളപ്പട്ടികൾക്ക് മുന്നിൽ ധൈര്യസമേതം നെഞ്ചുപിരിച്ചു നിന്ന ഒരുപാട് നൂറുകണക്കിന് പണ്ഡിത മഹത്തുക്കളുടെ ചരിത്രം ഞങ്ങൾക്ക് അവകാശപ്പെടാനുണ്ട്. മാൾട്ടാ ജയിലിന്റെ ഇരുമ്പടിക്കുള്ളിൽ മലർത്തി കിടത്തിയിട്ട് കവിളത്തി കിടത്തിയിട്ട് കമ്പി പതിപ്പിച്ച് മോതിരത്തേക്ക് കുത്തിയിറക്കുമ്പോൾ പച്ച മാംസത്തിലേക്ക് കമ്പി ഇങ്ങനെ ചൂടുന്നിറങ്ങുമ്പോൾ മാംസക്കരിയുന്ന ഗന്ധം ചുറ്റുഭാഗത്തും നിറഞ്ഞു കഴിയുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്നും നീ പിന്മാറണമെന്ന്
ഭാരതങ്ങളുടെ പാരമ്പര്യമുള്ളവരാ മുസ്ലിം സമുദായം. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ സമഗ്രാനിക്ക് ആവേശം പകർന്നു വരുത്തതായ മഹാനായ മഹ്മൂദ് ഹസൻ ദേവബന്ദി റഹിമഹുല്ലാഹ് ഭാരതങ്ങളുടെ പാരമ്പര്യമുള്ളവരാ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ. എന്ന് മാത്രമല്ല, ചത്താ മസ്ജിദിന്റെ മെമ്പറിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ജിഹാദിന്റെ പ്രവർത്തനമാണ് എന്ന് പഠിപ്പിച്ച മഹാനായ മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തബി റഹിമഹുല്ലാഹ് ഭാരതങ്ങളുടെ ചരിത്ര പാരമ്പര്യമാണ് ഇന്ത്യൻ മുസ്ലിമുകൾക്ക് പറയാനുള്ളത്. എന്ന് മാത്രമല്ല, മഹാനായ മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തബി ഈ രാജ്യത്തിലൂടെ സംഭാവന ചെയ്യപ്പെട്ട ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലുള്ള സഹാറൻപൂർ ജില്ലയിലുള്ള ദീപന്ത് എന്ന പ്രദേശത്തിലുള്ള ദാറുൽ ഉലൂം എന്ന മഹത്തായ സ്ഥാപനം പോലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്നതിനുള്ള ഉലമാക്കളെ വാർപ്പെടുക്കാനുള്ള ഒരു സ്ഥാപനമായിരുന്നുവെങ്കിൽ ആ പാരമ്പര്യം അവകാശപ്പെടുന്നവരായ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ ഒറ്റ കാരണത്താൽ ദാറുൽ ഉലൂം ദൈവത്തിന്റെ സമീപത്തുള്ള ഒരു ചെറിയ പള്ളിയിൽ ജുമുഅ നിസ്കരിച്ചു കൊണ്ടിരുന്ന യുവ പണ്ഡിതന്മാരുടെ പിന്നാലെ ബ്രിട്ടീഷ് പട്ടികൾ അണിനിരന്നിട്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാർ തിരിച്ചടിക്കില്ല എന്ന ഒറ്റ ധൈര്യത്തിന്റെ പേരില് അവരുടെ പിന്നാലെ അണിനിരന്ന് അവരുടെ ശരീരത്തിലേക്ക് ക്രൂരമായി വെടിവെറുത്തിട്ട് ആ സുജൂദിൽ കിടക്കുന്ന യുവ പണ്ഡിതന്മാരെ പിടഞ്ഞു മരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് രക്തവും മാംസവുമെല്ലാം ആ പള്ളിയുടെ നാലുപാടും ചിഹ്നിച്ചു തുടങ്ങിയിട്ട് എന്നും ഭൂരി മസ്ജിദ് രക്തഭംഗിരമായ പള്ളി എന്ന ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ആ പള്ളി, ആ പാരമ്പര്യം അവകാശപ്പെടാനുള്ളവരാ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായം. ഈ രാജ്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായി ഹിജ്റ ചെയ്യാനും ജിഹാദ് ചെയ്യാനും തയ്യാറായ മഹാനായ ഇംദാദുല്ലാഹ് മുഹാജിർ മക്കി റഹിമഹുല്ലാഹ് ഉണ്ടല്ലോ. ഈ രാജ്യത്തൊന്നും ബ്രിട്ടീഷുകാർക്കെതിരെ കിതാബുകളിലൂടെ പോരാട്ടം നടത്തിയ മഹാനായ മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഉണ്ടല്ലോ. മഹാനായ അസ്റഫ് അലി താനവി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഉണ്ടല്ലോ. എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയുടെ അടുക്കലേക്ക് ചെന്ന് തന്റെ കയ്യിലുള്ള ആയുധം മാറ്റിവെച്ചിട്ട് നിരായുധനായി വുളൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിൻഭാഗത്ത് ബ്രിട്ടീഷ് പടന്മാർ അണിനിരന്ന് തലയുടെ പിന്നാലെ വെടിവെച്ചിട്ട് തലയോട്ട് പിടന്നുകൊണ്ട് ഷഹാദത്ത് വരിച്ച മഹാനായ മൗലാന മുഹമ്മദ് ഷഹീദ് റഹിമഹുല്ലാഹ് ഭാരതങ്ങളുടെ പാരമ്പര്യമുള്ളവരാ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് പട്ടികൾക്കെതിരെ ഒരാൾ പോലും ചെറുതിന് നടക്കാൻ ഭയപ്പെട്ടിരുന്ന സന്ദർഭത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് കടന്നു വന്ന മൈസൂർ സിംഹം എന്നല്ല, ഇന്ത്യ രാജ്യത്തെ സിംഹമെന്ന് പറയാൻ കഴിയുന്ന മഹാനായ ഷഹീദ് അലി ഖാൻ ടിപ്പു സുൽത്താൻ ഭാരതങ്ങളുടെ പാരമ്പര്യമുള്ളവരാ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ വെള്ളപ്പട്ടികൾക്ക് കപ്പം കൊടുത്ത് പഞ്ചപുച്ഛം അടക്കിക്കൊണ്ട് ജീവിക്കാൻ ആഴത്തമുള്ള മുസ്ലിം ഒരുത്തന് കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച മഹാനായ വെളിയങ്കോട് മുറൽഖാദി റഹിമഹുല്ലാഹ് ഉണ്ടല്ലോ. ഭാരതങ്ങളുടെ പാരമ്പര്യമുള്ളവരായ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. മഹാനായ വാര്യം കുന്നലുണ്ടല്ലോ. ഭാരതങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ളവരാ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ചെറുപ്പക്കാര്. എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന യുവ പോരാളികൾക്ക് ആവേശം പകർന്നു കൊടുക്കുന്ന രീതിയിൽ മുജാഹിദീൻ എന്ന മഹാകാവ്യഗ്രന്ഥം രചിച്ച മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് ഉണ്ടല്ലോ. ഭാരതങ്ങളുടെ ചരിത്ര പാരമ്പര്യമുള്ളവരാ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ. ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് അവർക്കെതിരെ ധീരമായ പോരാട്ടം നടത്തിയിട്ട് ഈ രാജ്യത്തിന്റെ വർഗീയവാദികളുടെ ചതിക്കുനിയിൽ അകപ്പെട്ടുകൊണ്ട് ഷഹാദത്ത് വരിക്കേണ്ടി വന്ന മഹാനായ ഷഹീദ് കുഞ്ഞാലി മരക്കാർ റഹിമഹുല്ലാഹ് മഹാനവരുടെ ചരിത്ര പാരമ്പര്യമുള്ളവരാ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ. മഹാനായ തമിഴ്നാട്ടിൽ നിന്നും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയതായ മഹാനായ മരുതനായകം യൂസഫ് സാഹിബിന്റെ ചരിത്ര പാരമ്പര്യമുള്ളവരാ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ ജുമാ മസ്ജിദിന്റെ മിമ്പർ പടിയിൽ കയറി നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ മുന്നിലേക്ക് തീതുപ്പുന്ന തോക്കിന് ഉടനുമായി കടന്നു വന്ന വെള്ളപ്പട്ടികളുടെ മുന്നിൽ നെഞ്ചു പിരിച്ചു നിന്നിട്ട് ധൈര്യമുണ്ടെങ്കിൽ റെഡി എന്ന് പ്രഖ്യാപിച്ച മഹാനായ മൗലാന മുഹമ്മദ് ഇസ്മായിൽ റഹിമഹുല്ലാഹ് ഭാരതങ്ങളുടെ ചരിത്ര
പാരമ്പര്യമുള്ളവരായ ഇന്ത്യൻ മുസ്ലിമീങ്ങള് എന്ന് മാത്രമല്ല നമുക്കറിയുമല്ലോ, ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ ഗാനമായ ജനഗണമന ലോകത്തെ ഏറ്റവും നല്ല ദേശീയ ഗാനമാണെങ്കിൽ നമ്മൾ അംഗീകരിക്കുകയാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ദേശീയഗാനയിലൂടെ ജനഗണമനയിലൂടെ പഞ്ചാബിനെയും സിന്ധിനെയും ഗുജറാത്തിനെയും മറാഠിനെയും പേരെടുത്ത് പ്രകീർത്തിക്കുമ്പോൾ എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ ദേശീയ ഗീതമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വന്ദേ മാതരത്തിലൂടെ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇക്കതാക്കിയായ ദൈവത്തെയാണ് പ്രകീർത്തിക്കുന്നതെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ ഗാനമല്ലാത്ത, ഇന്ത്യ രാഷ്ട്രത്തിന്റെ ദേശീയ ഗീതമല്ലാത്ത, എന്നാൽ ഈ രാജ്യത്തെ ഓരോ ഇന്ത്യക്കാരനും നെഞ്ചോടേറ്റുപിടിച്ച ഒരു ഗാനമുണ്ട്. അതേ സാരേ ജഹാൻ സയച്ചോ, സാരേ ജഹാൻ സയച്ചോ, സാരേ ജഹാൻ സയച്ചോ. ഈ രാജ്യത്തുള്ള ഈ ലോകത്തുള്ള സർവ്വനാമങ്ങളെക്കാട്ടിലും നല്ലത് ഹിന്ദുസ്ഥാൻ ഹമാര, ഹിന്ദുസ്ഥാൻ ഹമാര, ഹിന്ദുസ്ഥാൻ ഹമാര. ഞങ്ങളുടെ ഇന്ത്യയാണ്, ഞങ്ങളുടെ ഇന്ത്യയാണ്, ഞങ്ങളുടെ ഇന്ത്യയാണ് എന്ന് പ്രഖ്യാപിച്ച ആനായ മൗലാന, ആനായ മൗലാന മുഹമ്മദ് ഖുർആൻ മഹാനവരുടെ പാരമ്പര്യമുള്ളവരായ ഇന്ത്യൻ മുസ്ലിമീങ്ങള്. എന്നാൽ ഈ പറയുന്ന ശശികല ഉൾപ്പെടെയുള്ളവരോടൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, പറയാൻ ഒരാണിന്റെ ചരിത്രമെങ്കിലും ഉണ്ടോ? ഒരാൺകുട്ടിയുടെ ചരിത്രമെങ്കിലും ഉണ്ടോ? ബ്രിട്ടീഷുകാരുടെ കാല് നക്കിയ സവർക്കറിന്റെ ചരിത്രമാ പറയാനുള്ളത്? ബ്രിട്ടീഷുകാരൻ ജയിലിലടയ്ക്കുമോ എന്ന് പേടിച്ച ഗോൾവാൾക്കറിന്റെ ചരിത്രമാ പറയാനുള്ളത്? ആൺകുട്ടികളുണ്ടെങ്കിൽ കടന്നു വരട്ടെ. മുസ്ലിം സമുദായത്തെ ഇന്ത്യൻ മുസ്ലിമിനെ ചോദ്യം ചെയ്യേണ്ട. മാർത്താണ്ഡ വർമ്മയെ പോലെ ആത്മഹത്യ ചെയ്തവർ ഇന്ത്യൻ മുസ്ലിമുകളുടെ കൂട്ടത്തിലില്ല. വേലുത്തമ്പി ദളവയെ പോലെ സ്വന്തമായി വയറ്റിലേക്ക് കമ്പി കുത്തി ഇറക്കിയവർ ഇന്ത്യൻ മുസ്ലിമുകളുടെ ചരിത്രത്തിലില്ല. പഴശ്ശിരാജയെ പോലെ ഭീരുവായി മരിച്ചവർ ഇന്ത്യൻ സമുദായത്തിന്റെ ചരിത്രങ്ങളിലില്ല. ധീരമായി, ധീരമായി ചങ്കൂറ്റത്തോടുകൂടി ഷഹാദത്ത് മരിച്ചവർ അറിയുമോ? അറിയുമോ? ഈ പറയുന്ന ശശികല എന്ന വിവരമില്ലാത്ത അധ്യാപിക എന്ന് പുലമ്പുന്നവൾക്കറിയോ ഇന്ത്യൻ മുസ്ലിമിന്റെ പാരമ്പര്യം എന്താണെന്ന്? ചെന്ന് നോക്കണം. ദാറുൽ ഉലൂം ദൈവബന്ധം എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിൽ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ദാറുൽ ഉലൂം ദൈവബന്ധിലെ യുവ പണ്ഡിതന്മാരെ ഇംഗ്ലീഷ് അക്ഷരമാലകളുടെ രൂപത്തിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് ക്രൂരമായി വെടിയുർക്കുമ്പോഴും വിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി സന്തോഷത്തോടുകൂടെ മരണം വരിച്ച പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. എന്നിട്ട് മുറിവേറ്റുന്ന വിഷമത്തിൽ കഴിയുന്ന ഇന്ത്യൻ മുസ്ലിമിന്റെ മുറിവിൽ കുത്തി വേദനിക്കാൻ ഞങ്ങളൊന്ന് ഉറക്ക ഓങ്കാരം മുഴക്കിയപ്പോ തവിടുപൊടിയായി ബാബരി മസ്ജിദ് എന്നല്ലേ? എന്ത് കരുതി? അങ്ങ് പേടിച്ചു പോകുന്ന കരുതിയോ? പേടിച്ചു പോകുന്ന കരുതിയോ? ഞങ്ങളൊന്നും ഞങ്ങളുടെ ആദർശത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുന്ന വിശുദ്ധ ഖുർആനുണ്ടല്ലോ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങൾക്ക് പകർന്നു നൽകുന്ന എന്നും പ്രതീക്ഷയുടെ വെളിച്ചമുണർത്തുന്ന അധ്യായങ്ങളും അധ്യാപനങ്ങളുമുണ്ട്. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ. പരാജിതരായി തീരുമെന്നുള്ള സകല ഘട്ടത്തിലും അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു പറയുന്നു, ഇല്ല നബിയെ തോറ്റുപോയിട്ടില്ല, ഇല്ല നബിയെ തോറ്റുപോയിട്ടില്ല, താങ്കൾ വിജയിക്കുകയാണ് എന്ന് പ്രതീക്ഷയുടെ നാമ്പുകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രിയപ്പെട്ട പ്രവാചകർക്ക് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ എന്ന സൂക്തങ്ങൾ ഇറക്കി കൊടുക്കുമ്പോൾ ഇന്നും ആ സൂക്തങ്ങളെ വിശ്വസിക്കുന്ന ഇന്ത്യൻ മുസ്ലിം കാത്തിരിക്കുകയാ. അതേ വിശുദ്ധമായ കഅബാലയം അബൂജഹലിന്റെയും അബൂ സുഫിയാന്റെയും വർഗീയ പരിവാരങ്ങളുടെ കൈപ്പക്കലുണ്ടായിരുന്ന കഅബാലയങ്ങൾ, ആ കഅബാലയം സ്വന്തമാക്കി തീർക്കാൻ 365 വിഗ്രഹങ്ങൾ കഅബാലയത്തിനുള്ളിൽ സ്ഥാപിച്ചുവെങ്കിൽ ആ 365 വിഗ്രഹങ്ങളിൽ നിന്ന് മോചനം നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് കഅബാലയത്തെ തിരികെ നൽകിയ പടച്ച തമ്പുരാനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമുകൾ കാത്തിരിക്കുന്നു. 365 വിഗ്രഹങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കിയെങ്കിൽ ഇൻഷാ അല്ലാഹ് ഓരോ വിഗ്രഹം അതിനുള്ളിൽ നിന്നും പറിച്ചു മാറ്റാൻ രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കൊണ്ട് ഒരിക്കലും സാധ്യമാകാതിരിക്കുകയില്ല. ഇന്ത്യൻ മുസ്ലിമുകൾ ഇന്നും പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. മറക്കാനോ പൊറുക്കാനോ ഞങ്ങൾക്ക് പറ്റില്ല. പടച്ച തമ്പുരാൻ പ്രതീക്ഷ ഞങ്ങൾക്ക് നൽകുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. വിശുദ്ധമായ കഅബാലയം തകർത്ത് തരിപ്പണമാക്കാൻ വന്ന അബ്രഹത്തിന്റെ ആനപ്പടയെ പറ്റി അറിയോ? അബ്രഹത്ത് എന്ന വർഗീയ പരിവാരത്തിന്റെ കഥ അറിയോ? അല്ലാഹ് ചോദിക്കുക ഞങ്ങളോട്, അല്ലാഹ് ചോദിക്കുക ഞങ്ങളോട്. അതുകൊണ്ട് പ്രതീക്ഷയുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരു ദിവസം ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ മുറിവിൽ കുത്തി നോവിച്ച ഈ രാജ്യത്തെ വർഗീയ പരിവാരങ്ങൾക്ക് മേലെ
അബാബിൽ പക്ഷികളെ പോലെ ഈ സമുദായത്തിൽ ഒരു സമൂഹം പാറിപ്പറക്കും. ഇൻഷാ അല്ലാഹ് അന്നത്തെ കാലത്തിൽ ചവച്ചരക്കപ്പെട്ടതായ കച്ചി തുരുമ്പ് പോലെ ഈ പറയുന്നവരെല്ലാം വാലി വലിച്ചെറിയപ്പെടും. ഇൻഷാ അല്ലാഹ് പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുക അല്ലേ? പുലമ്പുന്നവർക്ക് എന്തും പുലമ്പാവും, പുലമ്പുന്നവർക്ക് എന്തും പുലമ്പാവും. ഇന്ത്യൻ മുസ്ലിമീങ്ങളെ രാജ്യത്ത് നിന്ന് ഓട്ടിപ്പായിക്കാൻ, ഇന്ത്യൻ മുസ്ലിമീങ്ങളെ രാജ്യത്ത് മാറ്റിപ്പായിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല, ഒരിക്കലും സാധിക്കുകയില്ല. ഇത് ഞങ്ങളുടെ നാടാ, ഇത് ഞങ്ങളുടെ നാടാ. ആണയിട്ട് പറയുന്നു ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ ഹമാര, ഇന്ത്യ രാജ്യം മുസ്ലിമീങ്ങളുടെ നാടാണ്. മുസ്ലിമിന് മാത്രമല്ല, മുസ്ലിമും ഹൈന്ദവനും ക്രൈസ്തവനും സകല മനുഷ്യ മക്കളും ഒരേ മനസ്സോടെ സന്തോഷത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ജീവിക്കുന്ന നാടാണ്. ഇവിടെ ആരെങ്കിലും വിചാരിച്ചാൽ കലാപമുണ്ടാക്കുമെന്ന് കരുതണ്ട അല്ലേ? നരേന്ദ്രമോദി എന്നൊരുത്തനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുക, എന്നിട്ട് അവൻ ഓശാന പാടാൻ കുറെ മുസ്ലിം നാമധാരികൾ, അവൻ ഓശാന പാടാൻ അല്ലെ? നരേന്ദ്രമോദി ഗുജറാത്തിൽ ഉണ്ടാക്കിയെടുത്ത വികസനമൊക്കെ ഇനി കേരളത്തിൽ ഉണ്ടാക്കണമെന്ന് അല്ലെ? ഉണ്ടാക്കാൻ ഇനി വന്നാ മതി. നരേന്ദ്രമോദി ഗുജറാത്തിൽ ഉണ്ടാക്കിയെടുത്ത വികസനങ്ങൾ എന്ത് വികസനമാ? തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് അവരൊന്ന് വന്നിട്ട് പോയതേ ഉള്ളൂ, ഒന്ന് വന്നിട്ട് പോയതേ ഉള്ളൂ. കൊല്ലം ജില്ലയിൽ 2 പള്ളികൾ ആക്രമിക്കപ്പെട്ടത് ഒന്ന് വന്നിട്ട് പോയപ്പോ അല്ലെ? ഈ വികസനമാണോ? ഈ വികസനമാണോ? ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ നിന്നും പാവപ്പെട്ട മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലെ യുവതി യുവാക്കളെയും വൃദ്ധന്മാരെയും ബാലികമാരെയും ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത് ക്രൂരമായി ചവറ് കത്തിക്കുന്നത് പോലെ കത്തിച്ചടിച്ചിട്ട് മുസ്ലിം സമുദായത്തെ മുഴുവനും ആട്ടിപ്പായിച്ചിട്ട് കോർപ്പറേറ്റ് മുതലാളിമാർക്കും മേധാവിമാർക്കും വലിയ വലിയ കമ്പനികളും ഫാക്ടറികളും ഉണ്ടാക്കാൻ അവസരം കൊടുത്തതായ നരേന്ദ്രമോദി എന്ന ഈ രാജ്യം കണ്ട ഏറ്റവും വർഗീയവാദിയായ ഒരു മനുഷ്യന്റേതായ ഒരു പ്രഖ്യാപനവും അവനുണ്ടാക്കി തീർത്തു എന്ന് പറയുന്ന ഏതോ ചില കാര്യങ്ങളും കേരള സംസ്ഥാനത്തിൽ ഉണ്ടാക്കി തീർക്കണമെന്ന് ആരെങ്കിലും എന്ന് പറയുമ്പോൾ ഒരു മുസൽമാൻ എന്ന രീതിയിൽ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ പറയാനുള്ള ഈ രാജ്യത്തിൽ ആവേശമുള്ള ചെറുപ്പക്കാരുള്ളിടത്തോളം കാലം നരേന്ദ്രമോദി എന്ന വർഗീയവാദിയുടെ ഒരു വികസനവും ഈ സംസ്ഥാനത്തിൽ നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു വ്യാമോഹം ഒരാൾക്ക് മുഖണ്ട, അത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാനിന്റെ ഭാഗമുള്ള ചെറുപ്പക്കാരനത്തെ ആൺകുട്ടിയാകാൻ എന്റെ ചെറുപ്പക്കാരൻ നിനക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരാൺകുട്ടിയാകാൻ നിനക്ക് കഴിയണം അല്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരപരാധികളായ 57,000-ൽ പരം നിരപരാധികളായ ചെറുപ്പക്കാർ ഇന്നും വിചാരണ തടവുകാരായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് പറ്റുമോ? കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് പറ്റുമോ? അബ്ദുൽ നാസർ മഅദനിയെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? അൻസാർ നദിയെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? ഷാദുലിയെയും ഷിബിലിയെയും യഹ്യയെയും സക്കരിയെയും ഉൾപ്പെടെ നിരപരാധികളായി ഇന്നും കരിനിയമങ്ങൾ ചുമത്തപ്പെട്ട് ജയിലിൽ കിടക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നും വർദ്ധിതരോടൊപ്പം ചേരുക, ഇന്നും വർദ്ധിതരോടൊപ്പം ചേരുക. അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു, ഫിർഔൻ എന്ന സ്വേച്ഛാധിപതിയായ വർഗീയവാദിയായ ഭരണാധികാരിയുടെ കാലമുണ്ടല്ലോ. അതാ ഫിർഔൻ തീരുമാനമെടുക്കുകയാണ്, ന്യൂനപക്ഷ സമുദായത്തിന്റെ പുനരുദ്ധാരകനായി കടന്നു വന്ന മൂസാ എന്ന മെഹ്റാബിനെ കൊലപ്പെടുത്തുക, മൂസാ എന്ന മെഹ്റാബിനെ തുറന്നു നടത്തുക. മൂസായെ കൊലപ്പെടുത്താൻ ഫിർഔൻ തീരുമാനമെടുക്കുമ്പോൾ അതാ ഫിർഔന്റെ പാർലമെന്റിൽ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫഖാല റജുലുൻ മുഅ്മിനുൻ ആല ഫിർഔൻ യഖ്തുലു ഈമാനഹു അഫഖതുലൂന റജുലൻ അയ്യഖൂല റബ്ബിയല്ലാഹ്. പ്രകാരം തീരുമാനമെടുക്കുമ്പോൾ ഫിർഔന്റെ കൂട്ടത്തിൽ നിന്നും ഒരാൺകുട്ടിയതാ ചാടിയെടുക്കുകയാ, ഒരാൺകുട്ടിയതാ ചാടിയെടുക്കുകയാ. എന്നിട്ട് ആൺകുട്ടി പറയുകയാണ്, സത്യം പറഞ്ഞതിന്റെ പേരില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ് ഈ അംഗീകരിക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞതിന്റെ പേരില് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുകയാണ്, ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുക.
പറയുകയാണ്, അന്യായമായും നിരപരാധികളെ കൊലപ്പെടുത്താൻ സമ്മതിക്കാതിരുന്ന മനുഷ്യനെ പറ്റി ഖുർആൻ പറഞ്ഞത് റജുലുൻ, ഒരാൺകുട്ടിയെന്നാണ്. റജുലുൻ, ഒരാൺകുട്ടിയെന്നാണ്. കരീമാ ചെറുപ്പക്കാരാ, ഒരാൺകുട്ടിയാകാൻ എന്റെ പൊന്നുമോനെ നിനക്ക് കഴിയുമോ? ഒരാൺകുട്ടിയാകാൻ എന്റെ പൊന്നുമോനെ നിനക്ക് കഴിയുമോ? ഒരാൺകുട്ടിയായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിരപരാധികളായും നമ്മുടെ ഇഷ്ടപ്പെട്ടുകൊണ്ട്